ഇക്കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് പശ്ചിമ ബംഗാളിലെ ഡാർജിലിംഗിനടുത്ത് കാഞ്ചൻജംഗ എക്സ്പ്രസും ചരക്ക് തീവണ്ടിയും കൂട്ടിയിടിച്ച് വലിയൊരു ദുരന്തമുണ്ടായത്. ദുരന്തത്തിന് മുമ്പുള്ള തുടർച്ചയായി 4 രാത്രികൾ ഗുഡ്സ് ട്രെയിനിൻ്റെ ലോക്കോ പൈലറ്റ് ഉറങ്ങിയിട്ടില്ല എന്ന തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ കാര്യമായ പ്രചാരണം നടക്കുന്നുണ്ട്. ലോക്കോ പൈലറ്റിന് മതിയായ വിശ്രമം ലഭിച്ചിരുന്നില്ലേ? പോസ്റ്റിൻ്റെ സത്യാവസ്ഥ നമുക്കൊന്ന് പരിശോധിക്കാം. ജൂൺ 17 നടന്ന ദുരന്തത്തിൽ 10 പേർക്കാണ് ജീവൻ നഷ്ടമായത്. 12 പേർക്ക് ഗുരുതരമായി പരിക്ക് പറ്റി. ഗുഡ്സ് ട്രെയിൻ ലോക്കോ പൈലറ്റും ദുരന്തത്തിൽ മരിച്ചു. അപകടത്തിന് ശേഷം ലോക്കോ പൈലറ്റിനെ കുറ്റപ്പെടുത്തി റെയിൽവേ ബോർഡ് ചെയർമാൻ ജയവർമ്മ സിൻഹ രംഗത്ത് വന്നിരുന്നു. അതിനൊപ്പം ലോക്കോ പൈലറ്റ് മതിയായ വിശ്രമമില്ലാതെയാണ് ട്രെയിൻ ഓടിച്ചതെന്നാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന പോസ്റ്റ് അവകാശപ്പെടുന്നത്. ആവശ്യമായ തോതിൽ റെയിൽവേയിൽ ജീവനക്കാരില്ലാത്തത് ജോലി സമ്മർദ്ദം ഉയർത്തുകയും അതുമൂലം അപകടങ്ങൾ വർദ്ധിക്കുന്നുവെന്നും പ്രചരിക്കുന്നു. 2024 കണക്കുകൾ അനുസരിച്ച് റെയിൽവേയിലെ 10 ലക്ഷത്തോളം പോസ്റ്റുകൾ ഒഴിഞ്ഞുകിടക്കുകയാണ്. വൈറലായ പോസ്റ്റിൽ അവകാശപ്പെടുന്ന പ്രധാന കാര്യം ജോലിഭാരം കൊണ്ട് ഗുഡ്സ് ട്രെയിനിന്റെ ലോക്കോ പൈലറ്റ് യാത്രയ്ക്ക് മുൻപ് മതിയായി ഉറങ്ങിയില്ല എന്നതാണ്. എന്നാൽ ഈ വസ്തുത തെറ്റാണ്. ജൂൺ 17 ഡ്യൂട്ടിക്ക് മുൻപ് ഏകദേശം 30 മണിക്കൂറോളം വിശ്രമിച്ചതിനു ശേഷമാണ് ലോക്കോ പൈലറ്റ് ജോലിയിൽ വീണ്ടും പ്രവേശിച്ചത്. തലേന്ന് രാത്രിയും ഡ്രൈവർ വിശ്രമിച്ചിരുന്നു. സർക്കാരിന്റെ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയും ഇത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. തിങ്കളാഴ്ച യാത്ര ആരംഭിച്ച് 1 മണിക്കൂറിന് ശേഷമാണ് ട്രെയിൻ അപകടത്തിൽപ്പെട്ടത്. ഒഡീഷയിൽ നടന്ന ട്രെയിൻ ദുരന്തത്തിലും ജീവനക്കാരുടെ മേൽ പഴിചാരി രക്ഷപ്പെടാൻ റെയിൽവേ അധികൃതർ ശ്രമിച്ചിരുന്നു. ഫാക്ട് ചെക്ക് ഡെസ്ക് 24. അനീഷ് പൂന്തോണിയുടെ യൂട്യൂബ് സന്ദേശം അദ്ദേഹം പറയുന്നത് ഉപ്പും മുളകും യൂട്യൂബിൽ സംപ്രേഷണം ചെയ്യുന്ന സമയം പറയണം. കഴിഞ്ഞ എപ്പിസോഡിലും സമയക്രമം പാലിച്ചില്ല, ഇനിയെങ്കിലും കൃത്യസമയക്രമം പാലിക്കണമെന്നാണ് പറയുന്നത്. തിങ്കൾ മുതൽ ശനി വരെ രാത്രി 7 മണിക്കാണ് ഫ്ലവേഴ്സിൽ ഈ ഉപ്പും മുളകും സീസൺ 3 സംപ്രേഷണം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അന്ന് അതേ രാത്രി തന്നെ ആ ദിവസത്തെ എപ്പിസോഡ് നമുക്ക് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ കഴിയും. എന്തായാലും നിങ്ങൾ കാത്തിരുന്നുള്ളൂ. ഇപ്പോൾ അതിൻ്റെ പ്രൊമോഷണൽ ട്രെയിലറൊക്കെ വന്നിട്ടുണ്ട്. നിങ്ങൾക്കതൊക്കെ ഇഷ്ടമായി കാണുമെന്നാണ് എൻ്റെ വിശ്വാസം. ഇനി മറ്റന്നാൾ ഞായറാഴ്ചയാണ് നമ്മുടെ ഈ മലപ്പുറം പ്രേക്ഷക ജില്ലാ സമ്മേളനം. അവിടെ നമുക്ക് കാണണം. നമുക്ക് ഒരുപാട് സംസാരിക്കാനൊക്കെ ഉണ്ട്.